കോയമ്പത്തൂർ മധുക്കരയിൽ മലയാളി യുവാക്കളെ ആക്രമിച്ച കേസിൽ 4 പേർ കസ്റ്റഡിയിൽ. പാലക്കാട് ചിറ്റൂർ സ്വദേശികളാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ച വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതികളിൽ ഒരാൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? കൂടുതൽ പേർക്ക് പങ്കുണ്ടോ? പോലീസ് വ്യക്തമാക്കുന്നത് എന്താണ്? ശ്യാംകുമാർ. ശ്രീജിത്ത്, ഈ കേസിൽ ഇനി 2 പേരെ കൂടി പിടികൂടാനുണ്ട്. ഇന്ന് രാവിലെയാണ് മലയാളികൾക്ക് നേരെ കോയമ്പത്തൂർ സേലം ദേശീയപാതയിൽ വെച്ചുണ്ടായ ഈ അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ വാർത്ത പുറത്തുവിടുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ പ്രതികളെ 4 പേരെ അറസ്റ്റ് ചെയ്തത്. 4 പേരും പാലക്കാട് ചിറ്റൂർ സ്വദേശികളാണ്. അതിൽ ഒരാൾ സൈനികനാണ്. വിഷ്ണു എന്ന് പറയുന്ന സൈനികൻ മദ്രാസ് റെജിമെന്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. കുഴൽപ്പണം കടത്തുന്ന സംഘമാണ് എന്ന് കരുതിയാണ് ഇവരെ ഈ അക്രമികൾ വാഹനങ്ങളിലെത്തി തടഞ്ഞു നിർത്തുകയും വാഹനം തല്ലിപ്പൊളിക്കുകയും ചെയ്തത്. ഈ കേസിലാണ് ഇപ്പോൾ 4 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 പേരെ കൂടി പിടികൂടാനുണ്ട് എന്നുള്ളതാണ് മധുക്കര പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ കേരളത്തിൽ കുന്നത്തനാട് പോലീസിനെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട്. പരാതിയുമായി സ്റ്റേഷനിലെത്തിയ യുവാക്കളോട് അതിൽ തങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച പോലീസുകാർക്കെതിരായിട്ടാണ് എറണാകുളം റൂറൽ എസ് പി ഇപ്പോൾ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എറണാകുളത്ത് റൂറൽ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. ഏതായാലും ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് മധുക്കര പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. 24 ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. കോയമ്പത്തൂർ മധുക്കരയിൽ മലയാളി യുവാക്കളെ ആക്രമിച്ച കേസ്, അതിൽ 4 പേർ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം.